ഇപ്പോൾ ശ്രീ സഞ്ജീവ് എസ് പ്രസിഡന്റ് EPRC ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ സഞ്ജീവ്, ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് നഗരസഭയുടെ ഭാഗത്ത് നിന്നും അനാസ്ഥ തുടരുകയാണ്. ഈ ഒരു അനാസ്ഥ ഒരു മനുഷ്യജീവനെയാണ് എടുത്തത്. നിരവധി മനുഷ്യ ജീവനുകളെ രോഗത്തിൽ മുക്കിക്കഴിഞ്ഞു. കാരണം സാംക്രമിക രോഗങ്ങൾ നഗരത്തിൽ വർദ്ധിച്ചു വരികയാണ്. ഓരോ ദിവസവും വർദ്ധിച്ചു വരികയാണ്. നമ്മുടെ സർക്കാർ ആശുപത്രികൾ പോലും മരുന്നുകളില്ലാത്ത ഒരു സാഹചര്യം മറുഭാഗത്തുണ്ട്. പക്ഷേ ഇതൊക്കെയും സൃഷ്ടിക്കുന്ന നഗരസഭയുടെ അനാസ്ഥ, ഒരു ജോയ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ്റെ ജീവനെ കുറച്ച് ദിവസം മാത്രമാണ് വില കൽപ്പിച്ചിട്ടുള്ളത്. കാരണം ആ ജീവൻ പൊലിഞ്ഞ സമയത്ത് എല്ലാ മാലിന്യങ്ങളും നീക്കും, കൃത്യമായ ഇടപെടൽ നടത്തും, സ്ക്വാഡ് വർക്കുകൾ നടത്തും എന്ന് പറഞ്ഞ നഗരസഭാ അധികൃതർ ഇപ്പോൾ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കുന്നേയില്ല. എങ്ങനെ കാണുന്നു ഈ ഒരു സാഹചര്യത്തെ? ജോയ് മരണപ്പെട്ടു. അതിനുശേഷം അർജുന്റെ വിഷയം ഉണ്ടായപ്പോഴത്തേക്ക് എന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൊത്തത്തിൽ ഈ സംഭവങ്ങളെങ്ങും മറയ്ക്കുന്ന ഒരു രീതിയിലോട്ട് പുള്ളിയുടെ മരണത്തെ അവർ യൂട്ടിലൈസ് ചെയ്തു. കാരണം പുള്ളി മരിച്ചത് ദൗർഭാഗ്യമായ ഒരു സംഭവമാണെങ്കിൽ കൂടി ആ ഒരു വിഷയത്തിൽ തന്നെ അത് ഏറ്റവും കൂടുതൽ ആ ഒരു വിഷയം ഈ കോർപ്പറേഷൻ അതൊരു വലിയൊരു രക്ഷായുധമായിട്ട് മാറ്റി എന്നുള്ളതാണ് സത്യം. അതിനിടയിൽ അവർ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോത്തീസ്, രാമേന്ദ്ര എന്ന് പറഞ്ഞ രണ്ട് സ്ഥാപനത്തിൽ കയറി റെയ്ഡ് ചെയ്തു എന്നും പറഞ്ഞിട്ട് ഒരു വലിയൊരു വാർത്തയും കൂടെ കൊണ്ടുവന്നു. അതിൽ തീർന്നു. ജോയിയുടെ മരണത്തിനോടുള്ള നീതി എന്ന് പറയുന്നത് നഗരസഭയുടെ നീതി എന്ന് പറഞ്ഞാൽ അതോടുകൂടി തീർന്നു. കാരണം ഈ രാമചന്ദ്രയും മറ്റിടത്തും ബാക്കിയുള്ള സ്ഥലങ്ങളിൽ പ്രശ്നമില്ലാന്ന് ഈ കോർപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ശ്രീ അജിത്ത് എന്ന് പറഞ്ഞ സഹോദരൻ തന്നെ അറിയാമായിരിക്കും. അവിടെ എത്രമാത്രം ഈ ഹെൽത്ത് വിഭാഗം നഗരസഭ ആക്റ്റീവ് ആണെന്ന്. ഇത്രയും ദുർഗതിയുള്ള ഒരു അഴിമതിയിൽ കുളിച്ചു കിടക്കുന്ന ഒരു സെക്ഷൻ വേറെ ഇല്ല. ചിലപ്പോൾ തിരുവനന്തപുരത്ത് തന്നെ ഡിപ്പാർട്ട്മെന്റുകൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അഴിമതി നിറഞ്ഞു കഴിഞ്ഞു. ഇപ്പൊ ഇനോക്കുലത്തിന്റെ കാര്യം പറഞ്ഞു. ഇനോക്കുലത്തിൽ തന്നെ ഇനോക്കുലം, ബയോബിൻ, മറ്റുള്ള എല്ലാത്തിലും ഉള്ള തട്ടിപ്പും വെട്ടുപ്പും വെച്ചിട്ടാണ് NGT 2020-19 കാലഘട്ടത്തില് 19 കാലഘട്ടത്തില് ഒരു കോടതി കേസ് വന്നിട്ടുണ്ടായിരുന്നു. ഈ NGTയിൽ അതിൽ 14.59 കോടി രൂപ അടയ്ക്കാൻ പറഞ്ഞിട്ട് അത് നാളിതുവരെ അടയ്ക്കാൻ പോവാതെ അതിന് PCBക്കെതിരെ കേസ് കൊടുത്തിട്ട് നിൽക്കുന്ന ഒരു നഗരസഭയാണ് ഇത്. അപ്പോ ഇവരുടെ ആത്മാർത്ഥ എത്രത്തോളം ഉണ്ടെന്നുള്ളത് ഈ പറയുന്ന സാധനങ്ങൾ ജനങ്ങൾ ഇതിന്റെ ഒന്ന് ചുഴിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഈ പറയുന്ന എല്ലാം വെറും തട്ടിപ്പാണ്. ഇപ്പൊ മേയറുടെ ആത്മാർത്ഥത വെച്ചാൽ ഈ പറയുന്ന രാമചന്ദ്രയും പോത്തീസും ചെയ്തപ്പോൾ വളരെ ധീരയായിട്ട് പല മാധ്യമങ്ങളും ഇവരെ അവതരിപ്പിക്കുന്നുണ്ടായിരുന്നു. ഇതൊരു വലിയൊരു കാര്യമാണ്. നമ്മൾ സാധാരണക്കാരായ മനുഷ്യർ നമ്മൾ ഇതിൽ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഒരു അധികാര സ്ഥാനത്തിരിക്കുന്ന ഇവർക്ക് ഇത്രയൊക്കെ പറ്റുന്നുള്ളൂ എന്നുള്ള ഒരു എന്താ പറയുന്ന ഒരു വിഷമം മാത്രമേ ഉള്ളൂ. നമുക്ക് സത്യം പറഞ്ഞ സഹതാപമാണ് തോന്നുന്നത് ഈ മേയറോട്. കാരണം അവരൊരു ഡമ്മിയായിട്ട് മേയറായിട്ട് കൊണ്ടിരുത്തിയിട്ട് അവരല്ലല്ലോ ഭരിക്കുന്ന മറ്റു പലരുമാണ്. ഇപ്പോഴും ഇവിടെ മേയർ എന്ന് പറയുന്നത് കാരണം ഇവിടെ നിങ്ങൾ എല്ലാവരും ചർച്ചയിൽ കൊണ്ടുവരേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത് ഈ മേയർ ആയിരുന്നു ഇവിടുത്തെ ഇതിനെല്ലാത്തിനും കാരണക്കാരി. അവിടെ നേരത്തെ ഉണ്ടായിരുന്ന ഒരു മാർച്ച് 16, 2024 വരെയുള്ള അത് നമ്മൾ പ്രതിപക്ഷത്തിരിക്കുന്ന BJPയിലുള്ളവരടുത്തും കോൺഗ്രസിലുള്ളവരടുത്തും ചോദിക്കുന്നതാണ്. ഈ മാർച്ച് 16, 2024 വരെ ഇവിടെ അവിടുത്തെ സെക്രട്ടറി എന്ന് പറയുന്നത് ഒരു ബിനു ഫ്രാൻസിസ് എന്ന് പറഞ്ഞ വ്യക്തിയാണ്. ഒരു പെർഫോമൻസും ഇത്രയും അഴിമതി കുളിച്ചു കിടക്കുന്നു എന്ന് പറയുന്നത് നിങ്ങൾ എല്ലാവരും പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കോർപ്പറേഷൻ ആണെങ്കിൽ എങ്ങനെ പുള്ളിക്കാരന് പെർഫോമൻസിന്റെ ബേസ് ചെയ്തുകൊണ്ട് പുള്ളിക്ക് IAS എന്ന് പറയുന്ന സാധനം കിട്ടി, IAS കൺഫർമേഷൻ കിട്ടി? അത് എങ്ങനെയാണ് കേരള ഗവൺമെന്റ് വിജിലൻസ് റിപ്പോർട്ടും എല്ലാം ചൂഴ്ത്തി വെച്ചത്? വിജിലൻസ് കേസുണ്ട്, മറ്റുള്ള പല സ്ഥലത്തും പുള്ളിക്കെതിരെ പരാതിയുണ്ട്. എന്നിട്ടും 2016 3 വർഷം ഇവിടെ ഇരുന്ന സെക്രട്ടറിക്ക് ഏറ്റവും നല്ല രീതിയിൽ കൺഫർമേഷൻ IAS കൊടുത്തു. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ ഇപ്പോൾ തിരുവനന്തപുരം ഇപ്പോൾ വെളിയിൽ നിന്ന് നോക്കുന്ന ഒരാൾ നോക്കുമ്പോൾ തിരുവനന്തപുരം അങ്ങനെ തെറ്റായ രീതിയിലുള്ള നഗരസഭയാണ്. സ്വരാജ് ട്രോഫി അത് വെച്ചാൽ LSGDയിലുള്ള മികച്ച സ്ഥാപനങ്ങൾക്കുള്ള സ്വരാജ് ട്രോഫിയുടെ അവാർഡ് ഈ വർഷത്തെ ഇവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊരു ടൈംസ് ഗ്രൂപ്പിന്റെ ഈ സാധനം അവാർഡ് കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് ഇവർക്ക് ഈ അവാർഡുകൾ ഇവർക്ക് കിട്ടിയത്? ഇതല്ലേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കൗൺസിൽ യോഗങ്ങളിൽ നിങ്ങൾ ആദ്യം കൗൺസിൽ യോഗങ്ങളിലെ കൗൺസിലേഴ്സ് പ്രതിപക്ഷത്തുള്ളവര് ആദ്യം നിങ്ങൾ അന്വേഷിക്കേണ്ടത് എങ്ങനെയാണ് ഒരു പെർഫോമൻസും ഇല്ലാത്ത നഗരസഭയിൽ ഒരു IAS ബിനു ഫ്രാൻസിസിനെ പോലുള്ള ഉദ്യോഗസ്ഥൻ ഇത്രയും അഴിമതി കുളിച്ച് മേയറെ കൺട്രോൾ ചെയ്ത് താങ്കൾ പറഞ്ഞതുപോലെ തന്നെ അഴിമതിയിൽ കുളിച്ച ഒരു നഗരസഭ, അഴിമതിക്ക് ഒത്താശ ചെയ്യുന്ന ഉദ്യോഗസ്ഥർ അവരൊക്കെയും ചേർന്നാണ് ഈ നഗരത്തെ യഥാർത്ഥത്തിൽ മാലിന്യത്തിൽ മുക്കിയിരിക്കുന്നത്.